ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ട വോട്ടിംഗ് ആരംഭിച്ചത്. 17 സംസ്ഥാനങ്ങളിലേക്കും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കുമായിരുന്നു ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. ഇതിൽ ചില സംസ്ഥാനങ്ങളിൽ ഏകദേശം 10ഓളം സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായും ബാക്കി 11ഓളം വരുന്ന സംസ്ഥാനങ്ങളിൽ 2 വിവിധ ഘട്ടങ്ങളിലായുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 5 മണിവരെ ഏകദേശം 62.17 പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. ദില്ലിയിൽ നിന്നും ജിൽബി തോംസൺ ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. ജിൽബി, ഭേദപ്പെട്ട പോളിംഗ് ആണ് പല മണ്ഡലത്തിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ പോളിംഗ് ശതമാനം, ഏറ്റവും ഒടുവിലായി വരുന്ന പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കനുസരിച്ച് ഓരോ മുന്നണികളും പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്? വിനീഷ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്നിപ്പോൾ പൂർത്തീകരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ 7 ഘട്ടമായിട്ട് നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമാണ് ഇന്നിപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടം കഴിയുമ്പോൾ ഒരു ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത്. ഇരു മുന്നണികളും, അതായത് NDA ആയിക്കോട്ടെ ഇന്ത്യ സഖ്യമായിക്കോട്ടെ, വലിയ വിജയ പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഈ പോളിംഗ് ശതമാനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 60% മുകളിലാണ് ഇപ്പോൾ ഈ പോളിംഗ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായ കണക്കുകൾ അതിൻ്റെ പുറത്തു വരുന്നതേ ഉള്ളൂ. ഇതിൽ മികച്ച പോളിംഗ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലുമാണ്. ഒപ്പം ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബീഹാറിലാണ്. ഇന്നിപ്പോൾ തമിഴ്നാട്ടിലും 39 മണ്ഡലങ്ങളിലും ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടന്നിരിക്കുകയാണ്. അതായത് ഒന്നാം ഘട്ടത്തിൽ തന്നെ അവിടുത്തെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ മുഴുവനായിട്ടും അവിടുത്തെ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അവിടുത്തെ എല്ലാ നേതാക്കളും അതുപോലെ തന്നെ താരങ്ങളും ഒക്കെ ഇത്തരത്തിൽ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. അവിടെയാണേലും നേതാക്കളൊക്കെ, ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളൊക്കെ വലിയ വിജയ പ്രതീക്ഷയാണ് തമിഴ്നാട്ടിലടക്കം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കാരണം തമിഴ്നാട് അത്ര ദേശീയ ശ്രദ്ധയിലേക്കൊന്നും നേരത്തെ ഒന്നും വന്നിട്ടില്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ BJP അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണവുമായിട്ട് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ കാലുറപ്പിക്കാനുള്ള ഒരു ശ്രമവുമായിട്ട് തമിഴ്നാട്ടിൽ എത്തിയതോടെ ഇപ്പോൾ വലിയ രീതിയിൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞു. BJP അത്തരത്തിൽ ഒരു പ്രചാരണ ശ്രമങ്ങൾ അവിടെ നടത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ഓരോ സീറ്റിലേക്കുമുള്ള തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കുകയുണ്ടായി. മറ്റ് സംസ്ഥാനങ്ങളിലെ രാജസ്ഥാനിലെ 12 സീറ്റിലേക്കും അതുപോലെ ഉത്തർപ്രദേശിലെ 8 സീറ്റിലേക്കും, അസം, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ 5 സീറ്റിലേക്കും, ബീഹാർ 4, മധ്യപ്രദേശിലെ 6, പശ്ചിമ ബംഗാളിലെ 3, മണിപ്പൂരിലെ 2 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ഈ പ്രമുഖ നേതാക്കളെല്ലാം ഇന്ന് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. പ്രധാനമായിട്ടും ഇന്ന് പ്രമുഖരൊക്കെ ഇന്ന് ഈ വോട്ട് തേടിയിരുന്നു, അല്ലെങ്കിൽ ജനവിധി തേടിയിരുന്നു. കാരണം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, അതുപോലെ തന്നെ കമൽനാഥിൻ്റെ മകൻ നകുൽനാഥ്, അതുപോലെ രാജസ്ഥാനിൽ CPIM നേതാവ് അമ്രാറാം തുടങ്ങി പ്രമുഖ നേതാക്കൾ, ഏകദേശം 8 കേന്ദ്രമന്ത്രിമാരും അതുപോലെ തന്നെ 5 മുൻ മുഖ്യമന്ത്രിമാരും, മുൻ ഗവർണർ തമിഴിസൈ സുന്ദരരാജൻ അടക്കം പ്രമുഖരൊക്കെ ഇന്ന് ജനവിധി തേടിയിരുന്നു. ഈ കാര്യങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇന്നത്തെ ഈ വോട്ടെടുപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പശ്ചിമ ബംഗാളിലും മണിപ്പൂരിലും പലയിടങ്ങളിലായിട്ട് അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. മണിപ്പൂരിൽ നമുക്കറിയാം, കലാപം ഒട്ടും അടങ്ങിയിട്ടില്ലാത്ത അവിടെ തെരഞ്ഞെടുപ്പ് ദിവസവും വലിയ രീതിയിലുള്ള അക്രമങ്ങൾ തന്നെ അരങ്ങേറി. വോട്ടിംഗ് മെഷീനുകൾ തകർക്കുന്ന സാഹചര്യം, പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളിൽ അവിടെ പരിക്കേൽക്കുന്നു, 3 പേർക്ക് പരിക്കേറ്റു. അതുപോലെ ഈ ബൂത്ത് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, പോലീസ് വെടിയുതിർക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. ഇതിനെ തുടർന്ന് 5 പോളിംഗ് ബൂത്തുകളിൽ അവിടെ പോളിംഗ് നിർത്തിവെക്കുകയും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അവിടെ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലും സമാനമായ രീതിയിൽ കൂച്ചിബിഹാറിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കത്തിച്ചു. ഇതിന് പിന്നിൽ BJP ആണെന്നുള്ള ആരോപണം ഉയർത്തി തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തി. പ്രത്യാരോപണവുമായിട്ട് BJPയും രംഗത്തെത്തിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് അവരുടെ പ്രവർത്തകരെ ആക്രമിക്കുന്നു, വീട്ടിൽ ചെന്ന് ആക്രമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സമാധാനപരമായ രീതിയിൽ തന്നെ ഇപ്പോൾ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഇരു മുന്നണികളും വലിയ വിജയ പ്രതീക്ഷ തന്നെയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ പങ്കുവയ്ക്കുന്നത്. വിനീഷ. ശരി, ജിൽബിയാണ് ദില്ലിയിൽ നിന്ന് ആദ്യഘട്ട പോളിംഗിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.